ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സത്യത്തിൽ കുറേ ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്, പക്ഷേ എനിക്ക് ഇതുവരെ അത് ഇടാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. സാധാരണ നമ്മൾ റംസാൻ ദിവസം ആകുമ്പോൾ പലരുടെയും ഒരു വിചാരമുണ്ട്, നമുക്ക് വലിയ പണിയൊന്നുമില്ല, വൈകുന്നേരം ആകുമ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ എന്നല്ലേ. പക്ഷേ ശരിക്കും നമ്മൾ സാധാരണ എല്ലാ ദിവസങ്ങളിലെ പോലെ വൃത്തിയാക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. എനിക്കങ്ങനെയാണ്, എല്ലാവർക്കും ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. അതായത് അടിച്ചു വാരാനും വൃത്തിയാക്കാനും തുടയ്ക്കാനും എല്ലാ പണികളും ഉണ്ടാവും. അപ്പോൾ എനിക്ക് സാധാരണ ഇതുപോലെ എല്ലാ പണികളും ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷനും കൂടി ആയതുകൊണ്ട് പണികൾ കുറച്ച് എക്സ്ട്രാ ആണ്. വെക്കേഷൻ ആയത് കാരണം അത്താഴം കഴിഞ്ഞിട്ട് കിടന്നു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ലേറ്റായിട്ട് എഴുന്നേക്കാൻ പറ്റുമേ. ഒരു 8-8:30 ആകുമ്പോഴേ എഴുന്നേക്കാറുള്ളൂ. എന്നിട്ടാണ് പിന്നെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ചെറിയ മോളൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഫുഡൊക്കെ കൊടുക്കാനുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ സാധാരണ പോലെ നമ്മുടെ അടിക്കലും തുടക്കലും. പിന്നെ ഞങ്ങളുടെ ആണെങ്കിൽ റോഡ് സൈഡിന് വീടാണ്, അപ്പോൾ അത് കാരണം നല്ലോണം പൊടി ഉണ്ടാവും. ഡെയിലി ഇതുപോലെ നമുക്ക് ചിലപ്പോൾ തുടക്കേണ്ടതായിട്ട് വരാറുണ്ട്, അത്രയ്ക്ക് പൊടി ഉണ്ടാവാറുണ്ട്. ഫ്രിഡ്ജിൽ എപ്പോഴും ഞാൻ ദോശയുടെയോ ഇഡ്ഡലിയുടെയോ മാവ് സ്റ്റോക്ക് ചെയ്ത് വെക്കും. അങ്ങനെയാണെങ്കിൽ രാവിലെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവായി കിട്ടും. കുട്ടികൾക്ക് ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും ചൂടോട്ടോ ചുട്ടു കൊടുക്കാം. പിന്നെ കറികളൊക്കെ നമ്മൾ വൈകുന്നേരം ഇഫ്താറിനുണ്ടാക്കുന്ന കറികളും ഉണ്ടാവും. ഉച്ചയ്ക്ക് പിന്നെ ചോറ് തന്നെയാണ് കൊടുക്കാറുള്ളത്. കറി പിന്നെ അങ്ങനെ അവൾക്ക് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ തൈര് എന്തെങ്കിലും ആയിരിക്കും. ഇനി എങ്ങാനും വല്ല മീൻ കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഉഷാറാണ്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ കഴിയും. അങ്ങനെ ഇപ്പം നമ്മുടെ പണികളൊക്കെ ഏറെക്കുറെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേസിനൊക്കെ കഴുകി സ്ലാബൊക്കെ തുടച്ച് ഇനി നമുക്ക് സ്റ്റൗവൊക്കെ തുടയ്ക്കാനുണ്ട്. മെയിൻ കുക്കിങ്ങൊക്കെ നമ്മുടെ ഇഫ്താർ ടൈമിലേ ഉള്ളൂ കേട്ടോ. കാര്യമായ കുക്കിംഗ് കാര്യങ്ങൾ ആ ഒരു വ്യത്യാസം മാത്രമാണ് ശരിക്കും നോമ്പ് കാലത്തുള്ളൂ. അല്ലാതെ ബാക്കി എല്ലാ പണികളും നമുക്ക് ചെയ്യാനുണ്ടാവും. അൽഹംദുലില്ലാ, ചൂടാണെങ്കിലും പുറത്തങ്ങനെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ക്ഷീണമൊക്കെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണ്ട്. എന്നാൽ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ഷീണമേ ഉള്ളൂ. പക്ഷെ പുറത്തിറങ്ങിയ സഹിക്കില്ല, നല്ല ചൂടാണ്. അത് കാരണം പുറത്ത് മാക്സിമം ഇറങ്ങാറില്ല. ഇത് ഇന്നലെ കഴുകിയ തുണികളായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണങ്ങിയപ്പോൾ ഒന്ന് വേഗം മടക്കി എടുത്തേക്കാമെന്ന് വെച്ചു. പിന്നെ ആ ഒരു പണികൾ കൂടെ കഴിഞ്ഞ് നമുക്ക് കുളി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിസ്കാരവും ഖുർആൻ പാരായണവും കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കാം. മോളുടെ അത്ര അടുക്കി വെച്ചിട്ടും കാര്യമില്ല. എൻ്റെ കണ്ണ് തെറ്റിൽ അവൾ ഇതെല്ലാം വെച്ചിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ ഇടും. അപ്പോൾ ഇന്നത്തെ ഒരു ഇഫ്താർ സ്പെഷ്യൽ കുട്ടികളെ കൂടെ കരുതിയിട്ടുള്ളതാണ്. ഒരു മക്രോണി വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് സാധാരണ അങ്ങനെ മെയിൻ ഫുഡിനോട് വലിയ താല്പര്യമൊന്നുമില്ല. സ്നാക്സും ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വിശപ്പ് മാറും. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു 2 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം. ആ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ മക്രോണി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 കപ്പിനേക്കാൾ കൂടുതൽ വെള്ളം വെക്കണം, കാരണം നമുക്ക് ഇതിന് ഊറ്റിയെടുക്കാനുള്ളതാണ്. അങ്ങനെ ഊറ്റിയെടുക്കാന്നുണ്ടെങ്കിൽ ഇതിലുള്ള വല്ലാണ്ടുള്ള ഒരു പശ പോലെ ഉണ്ടാവുമല്ലോ, അത് അങ്ങോട്ട് ഒഴിവായി കിട്ടും. എന്നിട്ട് പിന്നെ ഒന്ന് തണുത്ത വെള്ളത്തിൽ നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്ന മക്രോണിയാണ്. മക്രോണിയുടെയും വേവ് വ്യത്യാസമുണ്ട്. നമുക്ക് കുക്കറിലൊന്നും ഇടേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ വല്ലാണ്ട് ഇങ്ങനെ കുഴഞ്ഞു പോയ കുട്ടികൾക്ക് അത് ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് ഇനി ഗ്രേവി തയ്യാറാക്കാം. ഇതിനായിട്ട് ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 2 സവാള, ചെറിയ സവാളയാണ് കൊത്തിയരിഞ്ഞതും അല്പം ഉപ്പും ചേർത്തിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ വഴറ്റി കൊടുക്കുക. നല്ലോണം ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. അപ്പോൾ 2 പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. കുട്ടികൾക്കായതുകൊണ്ട് തന്നെ അധികം എരിവില്ല. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പം വലിയവർക്ക് ആകുമ്പോൾ ഒരു 3 പച്ചമുളകെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്കിതിൽ വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റ്, ബീൻസൊക്കെ ചേർക്കാം. പക്ഷെ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി 1 ടീസ്പൂൺ മതി, കൂടുതലാവണ്ട. അതുപോലെ ഒരു വലിയ തക്കാളി കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴഞ്ഞു കിട്ടണം. അതായത് തക്കാളി ഒന്ന് നല്ല മാഷായിട്ട് കുക്കായിട്ട് കിട്ടണം. അതുകൊണ്ട് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ ഒരു 3-4 മിനിറ്റ് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അല്ലെങ്കിൽ 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അധികം മസാല വേണ്ട, കുറച്ച് മസാല മതി. കാരണം ഇത് ഞാൻ മുട്ട ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ മുട്ട ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഒരുപാട് മസാല നല്ലതല്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഒരു അല്പം കുരുമുളക് പൊടി, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വഴറ്റി കൊടുത്താൽ മതി. ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ആണെന്നുണ്ടെങ്കിൽ മസാല ഒന്നും അടിക്ക് പിടിക്കില്ല. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മസാലയ്ക്ക് അടിയിൽ പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പം മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ മസാലയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം.
ഞാനിവിടെ ഇതിലേക്കൊരു 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 മുതൽ 4 മുട്ട വരെ എടുക്കുക. അത് മുട്ടയുടെ സൈസ് നല്ലോണം ചെറുതാണെങ്കിൽ 4 5 ഒക്കെ എടുത്തോളൂ. ഒരു തരി ഉപ്പ്, കുറച്ച് ഉപ്പ് മതി, ഉപ്പ് കൂടണ്ട, ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താണ്. അങ്ങനെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊരു അല്പം നേരം അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം മാത്രം ഇത് ഇളക്കി കൊടുക്കാവൂ. ഏകദേശം ഒരു 2 മിനിറ്റെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു തവി ഉപയോഗിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള മക്രോണി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ മക്രോണിയും അതുപോലെ തന്നെ ഈ കോഴിമുട്ട മസാലയും എല്ലാം കൂടെ ഒന്നിങ്ങോട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ മിക്സായി കിട്ടും. 3-4 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് കൊടുത്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് സോസ് കൂട്ടിയിട്ടൊക്കെ കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സോയ സോസൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. കഴിക്കുന്ന സമയത്ത് സോസ് കൂട്ടി കഴിക്കുകയാണ് ചെയ്തത്. ഒരല്പം മല്ലിയില കൂടെ ഇതിലേക്ക് നമുക്ക് ഭംഗിക്ക് വേണ്ടി തൂവി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയും പെർഫെക്റ്റ് ആയിട്ടുള്ള മക്രോണിയും ഇവിടെ ഇന്ന് റെഡി ആയിട്ടുണ്ട്. ഇന്ന് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയിരുന്നത് പൊട്ടറ്റോ ബജിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ കയറിയാൽ അതിൻ്റെ വീഡിയോ കാണാൻ പറ്റും. നല്ല ഈസിയും ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു ഇഫ്താർ ഇതായിരുന്നു. നമ്മുടെ മക്രോണി മസാലയും പൊട്ടറ്റോ ബജിയും പിന്നെ സർബത്തും അതുപോലെ തന്നെ ഷമാ മിൽക്ക് ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു അഭിപ്രായങ്ങൾ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.